അവിടെ കിടക്കണ്ട. ചന്ദ്രന്റെ കടയുടെ ഫ്രണ്ടിൽ തന്നെ ഒരു വണ്ടി വേറെ കിടക്കണ്ടോ? നീല നീ ഹോസ്പിറ്റലിൽ എത്തിയാ? ഇല്ല പൊക്കൊണ്ടിരിക്കാം റിപ്പയർ ചെയ്തോ. എല്ലാവരും സെറ്റ് തന്നെ സമയം കൊടുക്കണ്ട. ഒരാൾ തീർക്കൊണ്ടിരിക്കണേ. പോടാ ഞാൻ എല്ലാ കാശും ഞാൻ വെച്ച് മെയിൻ നീല എനിക്ക് തോന്നുന്നേ ഇവന്മാര് ഇടക്കിടക്ക് കുറച്ചുപേര് വെച്ച് കേറിയില്ലേ ഈ ചത്തവന്മാര് അവരുടെ മുമ്പിൽ പോയി നിൽക്കില്ല. ഹോസ്പിറ്റലിൽ പിക്ക് ചെയ്യാൻ പോവാൻ അതാ നമ്മള് പെട്ടെന്ന് സമയങ്ങളല്ലേ. അപ്പാപ്പൻ എന്നാ പറയാവുന്നേ? പിങ്ങിട്ടല്ല ബാക്കിയുള്ളവർ പിങ്ങിട്ട് ഞാനിവിടെ മീൻകരേജിന്റെ ഫ്രണ്ടിൽ ചെയ്തില്ലേ? ചുമന്ന വണ്ടിയാണോ? അല്ല മറ്റേ ഗ്യാങ് കുട്ടി. എടാ സ്നൈപ്പേഴ്സിൽ ദൂരെ നിന്നാ ഞങ്ങൾ വന്നിട്ട് കുത്തിയാ. ഇല്ല അവിടെ ഇവിടെ അവന്റെ കൂടെ ഇവിടെ എന്നോട് കൊണക്കണ നീ പട്ടി തീട്ടാ വാ നീ. വിളിച്ചിട്ടേ ഇല്ലല്ലോ ഒരാള് കുറയും. അതാലോചിച്ചു എല്ലാവർക്കും കളിക്കാം. ഇനിഷ്യൽ സിറ്റുവേഷൻ ഓൾറെഡി കഴിഞ്ഞു. ടർഫ് ആ ശരി ഓക്കെ ഗ്യാങ്ങോസാ കടന്നലക്കുന്നത് അതുകൊണ്ടാ പറഞ്ഞത്. അല്ല വാസന ഞാൻ പറ്റേ അമ്മടുത്ത് സംസാരിച്ച സമയങ്ങളെ എനിക്ക് വയ്യ. സത്യം പറയാം എമ്മരൊക്കെ കുറച്ചുകൊണ്ടേ എനിക്കത്തുള്ളൂ. എനിക്ക് ഫിയർ ആർപ്പി കാണിക്കുന്ന രണ്ടി കാണിക്കണം. അവരെ കൊല്ലണം എനിക്ക് അവിടെ ഇട്ട്. വെയിറ്റ് ആക്കി എല്ലാ വണ്ടിക്കാറ്റില്ലേ ഒന്നല്ലെങ്കിൽ ഓരോരോ വണ്ടി കൊണ്ട് സേവ് ചെയ്യാട്ടാ. വഴിയിൽ നിക്കെല്ലാരും എടാ ഓരോരോ വണ്ടി കൊണ്ട് സേവ് ചെയ്യണേന്ന് പറഞ്ഞല്ലേ? എല്ലാ വണ്ടി കൊണ്ട് സേവ് എടാ സേവ് ചെയ്യടാ സേവ് ഡ്രസ്സറാ നിനക്ക് അന്നേ നിനക്ക് ഊരി നിനക്ക് കാണിക്കലുണ്ടല്ല. ഷർട്ട് കയ്യിലല്ലേ കേക്കാവോ? ഷർട്ട് കയ്യിലില്ലേ? സിറ്റി കൂടെ കൊടുക്കണോ ബ്രോക്ക്? വേറെ എന്തെങ്കിലും വേണോ? നിനക്ക് മലയാളം കംഫർട്ടബിൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിച്ചോ? തമിഴ് തരുമോ ഉനക്ക്? തമിഴ് എനിക്ക് എന്തിനാ തമിഴ് പഠിക്കണം നിന്റെ അടുത്ത്? ഇത് മലയാള സെർവറാണ്. തമിഴ് പഠിക്കുന്നത് മലയാളം സെർവറിനോ? ആ മലയാളം ഞങ്ങളിവിടെ தமிழ்ல பேசுறேன் சொல்லு. என்ன பிரச்சனை உனக்கு? என்ன பிரச்சனை? உனக்கு என்ன பிரச்சனை? உனக்கு என்ன பிரச்சனை சொல்லு. நமக்கு மொத்தத்தை பிரச்சனை தான். நீ எல்லா பிரச்சனைக்கும் முதல்ல நீ பேசணும். நான் போயிட்டு முதல்ல கை தூக்குடா. டேய் முதல்ல கை தூக்குடா. முதல்ல கை தூக்குடா. உனக்கு பயம் என்ன தெரியாதா?
அப்ப சூட்டு போட்டுட்டு இங்க இரு. சரியா நாங்க பேசுவோம். நாங்க பேசுற பிறகு மட்டும் தான் பேசணும். பப்பளா போய் பாரு தேவடியா பையா സൂപ്പർ 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 ഒന്ന് ഒരു സെക്കൻഡ് എല്ലാ സൈഡില് എല്ലാ സൈഡില് ഞാനിപ്പോ പോകും കേട്ടോ ഒരു സെക്കൻഡ്. ഞാൻ ബാക്കി ഇവിടെ വന്നില്ലായിരുന്നു, രക്ഷപ്പെട്ടു. ബൈക്കിൽ നിന്ന് കൈയെടുത്ത് കേട്ടില്ല നമ്മളെ ട്രിഗർ ആക്കാൻ നോക്കിയതാ കേട്ടോ. അപ്പാപ്പന്റെ തമിഴിൽ പയ്യൻ വീണുപോയി. തമിഴ് പറഞ്ഞ നമ്മള് പേടിക്കുമെന്ന്. അശ്വിൻ രണ്ട് കൊട്ടെടുത്ത പയ്യൻ പേടിച്ചേട്ടെ. അപ്പൊ പയ്യൻ പ്രതീക്ഷ എന്താണെന്നറിയോ? പയ്യൻ പ്രതീക്ഷ എന്താന്ന് വെച്ചാൽ നമ്മളെ ട്രിഗർ ആവും, നമ്മള് തെറി വിളിക്കും. അതാണ് ഞാൻ വിചാരിച്ചേട്ടാ. തമിഴ്നാട്ടിൽ നിന്ന് പഠിച്ചിട്ട് വന്ന കേട്ടാ. പുതിയ അടവുകളൊക്കെ പഠിച്ചിട്ട് വന്നവരായിരുന്നു. ആളെ ഊമ്പിപ്പോയി ഒറ്റയടി. എടാ ഞാൻ അറിയാൻ പറ്റേ അവന്മാരിപ്പം കൊണ്ടുവരാൻ വന്നോണ്ടിരിക്കണായിരിക്കും. കേറിയാണ് എന്റെ അടുപ്പിനെ ഒരു വാക്ക് എന്റെ വായി വന്നില്ലല്ലോ, ഒരു വാക്ക്, ഒരു തെറി വന്നില്ലല്ലോ. സ്റ്റുഡൻസ് മന്ദാരം അവന്റെ അപരാധ പട്ടി അങ്ങ് കലയാടി നാക്കൊക്കെ ചൊറിയാണ്. തപ്പ് 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 ഡോറന്നാക്ക G47 ഒരു സ്ലോട്ടും ഫ്രീ. കുറച്ച് കാശ് തന്നെടാ, ഇനി കുറച്ച് കാശ് തന്നെ കയ്യിൽ പെട്ടെന്ന്. ID 27 ഒരു 10 കോടി എന്താ ഒരു കോടിയാ 10 ലക്ഷം പോയാണ്. ഓ സക്കീറിനകത്തുണ്ടായിരുന്നില്ലേ? ഹോസ്പിറ്റലിൽ ഒന്നോടെ ക്ലിയർ ചെയ്യുന്നു. ചിലപ്പോ ഇനിയും വരാൻ കാണോ ഇനിയാണ് അല്ല മാറിയിരിക്കണ അലീന. സോറി കുക്കുട സോറി കേട്ടാ. ജോണി പോരാ ആള് മാറി. ഇപ്പൊ കിട്ടിയ പോലെ ഏതൊരു ഇന്നത്തെ ദിവസം കേവിയായിട്ടുള്ള മാത്രം സിറ്റുവേഷൻ മറ്റേത് MP3 എനിക്ക് ഡബിൾ സാറ്റിസ്ഫാക്ഷൻ ആണ് ഇപ്പൊ. ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം ചോദിക്കാം. ഇതല്ലേ, അതായത് MG3 നമ്മൾ അടിക്കാൻ വന്നതാണോ? എനിക്ക് മനസ്സിലായില്ല ആ സിറ്റുവേഷൻ എങ്ങനെയാന്ന്. We are always on top. നമുക്ക് പൊളിക്കാം. മാസം എത്ര ഉണ്ട് മാസ്റ്റർണ്ണ? അതിനാ ഇപ്പൊ എത്ര ഉണ്ട് റോട്ടിൽ? എത്ര ഉണ്ട് അണ്ണാ? ഇപ്പൊ 7 വണ്ടി പറഞ്ഞു. നോക്കി അണ്ണ മുകളിലോട്ട് നോക്ക്.
ടെക്സാസ് ഗാങ് ഹൗസ് ഇല്ലേ അതിന്റെ അപ്പുറത്ത് ബാക്കിലോട്ട് മൈക്കലിന്റെ വീടിന്റെ അടുത്ത് എനിക്ക് M3 അടുക്കണോന്ന് എനിക്ക് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞ എന്റെ പിള്ളേരെ തന്നെ കത്തിച്ചപ്പോഴത്തേക്ക് എനിക്ക് അവർ അടുക്കിട്ട് എന്നെ കത്തിക്കുന്ന എനിക്ക് ഉണ്ടായിരുന്നു എനിക്ക് അവരെ അടുക്കിട്ട് കത്തിച്ചപ്പോ എനിക്കൊരു മനസ്സിനൊരു ഞാൻ ഹെലി ഓടിക്കും ചന്ദ്ര കോള് പറയും ഏത് നീ എലി ഒരുത്തൻ ബൈക്കിൽ പോയേ ഒരുത്തൻ ബൈക്കിൽ തമ്മി അടിച്ചാൽ മാത്രം മതി കയറോട്ട് അടിയായി ഇവരുടെ ഗ്യാങ്സിൽ ഏതാണ് ഇവര് കൊറേ ബിൽഡിങ്ങിലായിട്ട് കേറുന്നുണ്ട് എല്ലാം ഇതിനകത്തുണ്ട് എല്ലാം ഇതിനകത്തുണ്ട് അപ്പൊ ഇങ്ങനെ എല്ലാം മോളിരിപ്പുണ്ടാ നമുക്ക് അടിക്കാൻ പറ്റുമോ മരെ അണ്ണാ അതന്നെ അല്ലെങ്കിൽ ആ വീടിന്റെ മുകളിലല്ലേ അത് ഗ്യാങ്സ് അടിക്കല്ലേ സെക്യൂരിറ്റി ആണോടാ അവിടെ തന്നെ ഒഴിച്ച് കത്തില്ലേ ബ്രോ സെക്യൂരിറ്റി ആണോ ബ്രോ സൂപ്പർ ബ്രോ സൂപ്പർ നൈസ് കൊണച്ച ഞാൻ തള്ളക്കും തമ്പയ്ക്കും വിളിക്കും മുടിയല്ലോ അവന്മാര് അതായത് ഇവന്മാരുടെ വേ ഔട്ട് എല്ലാം എനിക്ക് എല്ലായിടത്തും മനസ്സിലായി അവന്മാര് പോവാണെ ടയർ അടിച്ച് പൊട്ടിച്ചേക്കാം എന്നിട്ട് അതില്ലാത്ത അഗ്രഷൻ കാണിച്ചാൽ മതി ഇവനെ കൊന്നാലാ നീ ഇവിടെ ലൊക്കേഷൻ പറ എടാ ഈ വഴി ഏതായാലും അവന്മാർക്ക് എടുക്കാൻ പറ്റത്തില്ല ഇവിടെ അവന്മാര് വണ്ടി തമ്മിൽ ബ്ലോക്കാ അപ്പൊ ബാക്കിയുള്ള വഴി നോക്കിയത് വീഡിയോ എവിടെ നിൽക്കുന്നേ തല തട്ടിയിടാൻ എടാ ചൂണ്ടലിന്റെ കോത്തിലോട്ട് വേടാ നിന്റെ ചൂപ്പ കൊതച്ചൂപ്പ അവിടെ നോക്കിക്കോ നിന്റെ കൊതം കോട്ടുവായിരുന്നു ആരും പറയരുത് ചന്ദ്രകുമാർ പ്ലാൻഡ് ആണോ കണ്ട വണ്ടിയെല്ലാം കൊണ്ടുവന്ന് പിടിക്കിട്ട് സ്റ്റില്ലെടുത്ത പുറത്തേക്കുന്നല്ലോടാ ഇങ്ങനെ മണ്ടക്കേറി ബെല്ലേരി കയറി പണിയിട്ട് പോയി ഇങ്ങനെ വണ്ടിയൊക്കെ മറ്റേ കാര്യം സംസാരിക്കാൻ മനസ്സിലായില്ലേ അശ്വിനോപ്പിയുടെ കാര്യം സംസാരിച്ചോണ്ടിരിക്കും ഇത് ഗ്യാങ്സിന്റെ അകമായിരുന്നു അറിയത്തില്ല അല്ല ഇത് ഗ്യാങ്സിന്റെ അകമാണെന്ന് നമുക്ക് അറിയത്തില്ല അതുകൊണ്ടാ എനിക്ക് ഇത് അറിയത്തില്ല ഇത് ഗ്യാങ്സിന്റെ 15 മിനിറ്റല്ലേ സമയമുള്ള നമുക്കൊരു കാര്യം ഉറച്ച് മാറിയിരിക്കും അവന്മാർ ഇറങ്ങണമല്ലേ ഇറങ്ങുമ്പോ ഇട്ട് കൊടുത്തു അവന്മാർ ഇറങ്ങുന്ന 4 വാക്കിന് നിന്ന് അടിക്കാം ചത്താതിന് കയറാൻ പറ്റത്തില്ലല്ലോ അത് ഇടൂന്ന് പറഞ്ഞു ഈ ചത്തവന് കയറാൻ പറ്റില്ലല്ലോ എനിക്ക് മനസ്സിലാത്ത കാര്യമുണ്ട് അപ്പൊ ഞാൻ ഇത് ഇതായിട്ട് പറയണല്ല ഈ ഇന്ന് 2 സിറ്റുവേഷൻ ഉണ്ട് 2 സിറ്റുവേഷനുള്ള ഹോസ്റ്റേജ് പ്രോപ്പറായിട്ട് FRP കാണിക്കുന്നില്ല ഇത് ഇങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത് എപ്പോഴും ഇത് തന്നെയാണ് അല്ല PRRP കാണിക്കുന്നില്ല എല്ലാ സിറ്റുവേഷനിലും ഇങ്ങനെയാണ് പ്രോപ്പറായിട്ട് FRP കാണിക്കുന്നുണ്ട് അതാണ് എന്തിനു ചെയ്യണം അവര് മുമ്പിൽ വെച്ചിട്ട് വണ്ടി കത്തിക്ക് നീ സംസാരിക്കാൻ ശ്രദ്ധിക്കണേ ഞാനാ
ഓൾറെഡി പോയി സാധാരണ. എന്തിനു പോയെ? ആര് പോയെ? നമുക്ക് പോലും പോകാൻ പറ്റത്തില്ല. ആരുടെ മണ്ടത്തരം കാണിക്കും? ഞാൻ എന്തിനു പറഞ്ഞ വളച്ച് നിന്റെ അതിലേക്കല്ലേ പറഞ്ഞേ? വേറെ എന്തെങ്കിലും പറഞ്ഞാ? മാന്യമായിട്ടല്ലേ പറഞ്ഞത്? മാനായിട്ടല്ലേ പറഞ്ഞത്? ചന്ദ്രൻ സംസാരിച്ചില്ലേ? പിന്നെ ടയർ പൊട്ടിച്ച് എവിടെ കളയണം? എടാ മുത്തിയോടെ മുത്തി കളിച്ചാലും ഞാൻ ബാന് വാങ്ങിക്കൂല. എനിക്കറിയാം എങ്ങനെ ഒഴിവാക്കണോ. ഇത് കഴിഞ്ഞിട്ട് കാലു പിടിക്കല്ലേ? അതായത് 15 മിനിറ്റ് കഴിയുമ്പോൾ സെക്കൻഡ് ആയിട്ട് എല്ലാരും ഒരുമിച്ച് അവന്മാരുടെ ബോഡി വെക്കല്ലേ അവിടെ കിടക്കുന്നത് കിട്ടായിരുന്നു നിങ്ങക്ക്. ഹെഡ്ഫോൺ. ഹലോ 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 ഒരിടത്തേക്ക് മാർക്ക് ഇപ്പൊ കത്ത് സാറ് കത്തിയല്ല. മോന്റെ കൈ തട്ടി PC ഓഫ് ആയി. പിന്നെ അണ്ണാ എന്റെ ഒരു ടീഷർട്ട് ഉണ്ട്, അതെപ്പോ ഇട്ടാലും ഒരു വാറുണ്ടാവും. അപ്പൊ ഞാൻ ആ ടീഷർട്ട് ഇട്ടിട്ട് ലൈവ് തുടങ്ങിയപ്പോ പറഞ്ഞു ആസ്ട്രോളജി പ്രകാരം ഇന്നൊരു അടി ഉണ്ടാവും പറഞ്ഞു. ഒന്നല്ല ഇന്ന് പെരുന്നാൾ അടിയായിരുന്നു. നാളെ സമാധാന ദിവസം. നാളെ സമാധാന ദിവസം. നാളെ ഒരു അടിയില്ല. അല്ല ഇനിയിപ്പോ നിനക്ക് 5 ദിവസം കേറാൻ പറ്റില്ലല്ലോ ചന്ദ്ര, അപ്പൊ സമാധാനമായിരിക്കുമല്ലോ. ഇല്ല എനിക്ക് ബാനൊന്നുമില്ല. ഇല്ല ചന്ദ്രന് കുഴപ്പമില്ല. ചന്ദ്ര കൺട്രോൾ ഭയങ്കര കൺട്രോൾ ചെയ്ത് സംസാരിച്ചത്. ഞാൻ ടീപോഡിന്റെ ഗ്യാങ് ഹൗസിലെ മെയിൻ അവരുടെ ഗേറ്റിൽ നിൽക്കുന്നത്. എന്നെ ഇപ്പൊ വിളിച്ചേർത്തിട്ട് ഞാൻ ബാക്കിലത്തെ ഗേറ്റിലുണ്ട് കേട്ടോ. ഒരു കണക്കിന് അകത്തിരിക്കുന്നതാണ് നല്ലത്. അതാകുമ്പോ അകത്താവുമ്പോ നോക്കത്തില്ല, പുറത്തായിരിക്കും മൊത്തം നോക്കുന്നത്. എടാ എന്നെ അവരകത്തോട്ട് കൊണ്ടുവരാൻ വരുന്നേ. അപ്പൊ ശരി, ഞാൻ റേഡിയോ കണ്ടില്ലെങ്കിൽ അവരുടെ ഗ്യാങ് ഹൗസിലോട്ട് വന്നേക്കണേ. വന്നേക്കാം നേരെ അങ്ങോട്ട് വന്നേക്കാം. ഇറങ്ങിക്കോടാ, ഇറങ്ങുന്നതാണ് ബെറ്റർ. ഇറങ്ങിക്കോ ഈകളെ. ഇറങ്ങിക്കോ സിറ്റി തറങ്ങ്. എങ്ങനെയല്ലേ തന്നെ എനിക്ക് എങ്ങനെയാണ് നമുക്ക് ഗരാജിൽ തന്നെ അല്ലേ തൂറും സ്വന്തമായിട്ട്. ഹരി, ഞാൻ കാര്യം പറയട്ടെ. എന്റെ നീ അഥവാ രക്ഷപ്പെട്ടാലും നീ അവസാനമായിട്ട് കണ്ട സ്വിമ്മിംഗ് പൂൾ ഇല്ലേ? അതെ, അതിലുണ്ട് ഞാൻ. നമ്മുടെ വണ്ടി എനിക്ക് ബാനാണ്. എനിക്ക് ബാനാണ്. അത് ജിയച്ചേരിയായിരുന്നു. നീ എവിടെ എടുത്തോ? മന്ദാരൊക്കെ വണ്ടി എടുത്ത് ഓടിയാട്ടാ. മന്ദാരൊക്കെ എന്റെ POV കാണിച്ചു കൊടുക്കടാ. ഞാൻ കാണിച്ചുതരാം. മന്ദാരത്തിന്റെ POV മന്ദാരത്തെ POV നോക്കിയോണേ. അംബാസഡർ കൊണ്ട് നിനക്ക് വിളിക്കാൻ വേറെ ഒരു വണ്ടി കിട്ടിയില്ലല്ലേ? നീലോ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരുന്ന പോയേ. നോക്കിയേ എടാ എന്റെ POV നോക്കടാ. നോക്കിയടാ ചന്ദ്ര. എവിടെ
സെക്കൻഡ് കൊറേ നേരം ഒരുത്തനെ നോയിക്കൊണ്ടിരിക്കും അടിക്കണോ വേണ്ടെന്ന് പറഞ്ഞിട്ട്. ചന്ദ്ര അതിനിടയ്ക്ക് നീലാന്ന് വിളിക്കുന്നത് നീലന്റെ കൊന്നു. എന്താണ് ഇതൊക്കെ? അവിടെ എത്ര നേരം ദേവം പോണു. അവൻ കണ്ടില്ല, അവൻ ബാക്ക് പുറകോട്ട് നോക്കാം. അവൻ പുറം നോക്കുന്നില്ല, അവൻ നേരെ പോണ് വെച്ച്. ലോസൻസ് മാത്രമാണ് മറ്റേ സ്ട്രെച്ചിങ് കണ്ടില്ല പറയുന്നത്. ആ വെട്ടിയെ വിളിക്കൂ. അവൻ ആരുടെ അവൻ? കറണ്ടിന്റെ മോനാ? മന്ദത്തിന് വേണ്ടി ദൂരെ ഇരുന്ന് വിളിക്കുന്നത്. നീല വിളിക്കൂ നീല അതില്ലാത്തവരാണ്. വെച്ചോർഡർ രണ്ടെണ്ണം ഉണ്ട്. ഇതൊക്കെ ആരുടെ ഇതൊക്കെ? ഇന്നത്തെ ദിവസം വണ്ടി വിടറ പോലെ. അതെ, ഞാൻ ഇരുന്ന സ്ഥലം ചത്തിട്ടില്ല. എടി ഇത് ഇവന്മാരെ ആദ്യം EMS പൊക്കിയ ടീബോട്ടി നിന്ന് അടിച്ചു ഒന്നും നോക്കണ്ട. ഇതാര്? കമ്പനിയാ കൊല്ലൂല. ഞാൻ ഓടുവാൻ അടിച്ചു കൊന്നതിന് വന്നോ ഉണ്ട്. ഞാനിതൊക്കെ മരിച്ചേട്ടാ. സെക്കൻഡ് അടിച്ചേ വരത്തുള്ളൂ. സെക്കൻഡ് അടിച്ചേ വരത്തുള്ളൂ. ഓടി സൈസാണ് കയറി. എടാ നമുക്ക് സക്കീറ ഞാൻ ഇപ്പൊ വരാവേ. അത്ര ബാക്കപ്പ് വന്നാ അത്ര ഉള്ളടാ. അമ്മ ഇവിടെ ഉണ്ട്, മെയിൻഗ്രേജിലുണ്ട്. പെട്ടെന്നാ വാ വാ, അമ്മനെ പിടിച്ചിട്ട് അടിക്കാം. വാ മെയിൻഗ്രേജിലോട്ടോ, നിങ്ങൾ എല്ലാം മെയിൻഗ്രേജിലോ. പെട്ടെന്ന് പെട്ടെന്ന് ബാക്കപ്പ് എന്തിനും പാടിക്ക്. പെട്ടെന്ന് പിടി. ഈസി. അത്രേ ഉള്ളൂ. എടാ എല്ലാരും ഗ്യാങ്സ്റ്റോടാ. അവിടുന്ന് വണ്ടി എടുത്തിട്ട് പോവാ. എടാ ഞാനിപ്പോ ചാവേടാ. ചന്ദ്ര നമ്മളൊരു 4 വണ്ടി എടുത്തിട്ട് ഗ്യാങ് എടുത്തിട്ടോ. നമ്മളൊരു 4 വണ്ടി എടുത്തിട്ട് വരുന്നുണ്ട് ഗ്യാങ്സിലോട്ട്. ഹലോ, ഹെൽപ്പ് വേണ്ടവര് പറ. കോളുതാ.
ഞാൻ പ്ലേ ബോയ് മാസ്റ്റർ ഉണ്ട്. ഞാൻ 3 പേരെ കൊന്നറ ഏവന്മാര്. എടാ ഞാൻ ഓടെ 3 പേരെ കൊന്നറ. കൊല്ലല്ലേ ചേട്ടാ. മോളാള് ന്യൂബ്സ്. കേട്ട് പറ്റൂലല്ല. എല്ലാവരും ഇറങ്ങില്ല, ഞാൻ ഒന്ന് ഇറങ്ങട്ടെ. ഡെഫൻ അടിക്കട്ടെ. ഇല്ല അതിൻ്റെ ഒരു മിനിറ്റ് ബ്രോ, ഒരു ക്ലാരിഫിക്കേഷൻ വന്നാണേ. ബ്രോ കേൾക്കാവോ? അല്ല ആടുക്കോ അപ്പൊ ഞാൻ ഡൗട്ട് വെക്കട്ടെ. ആടുക്കോ കൊലയാടി. എല്ലാത്തിനും ഫ്യൂൽ ഉണ്ടായിരുന്നില്ല. 50 സീരീസ് കോംബോ വണ്ടി എടുത്താ റീവാറിനല്ലേ ആവശ്യത്തിന് ഫ്യൂൽ ഇല്ലേ? ഇതുപോലെ അതെ അവരുടെ ഏരിയയിലൊന്നും